ലേൺ വിത്ത് സുനീഷിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് കഴിഞ്ഞ ദിവസം നോക്കിയതിൻ്റെ ബാക്കി ടോപ്പിക്ക് നോക്കാം. കോർഡിനേറ്റ്സിൻ്റെ സെക്കൻഡ് പാർട്ടാണിത്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എക്സ് ആക്സിസിനും വൈ ആക്സിസിലും ഓരോ പോയിന്റുകൾ വന്നാൽ അതിൻ്റെ കോർഡിനേറ്റ്സ് എന്തായിരിക്കും, അതുപോലെ തന്നെ എക്സ് ആക്സിസിനും വൈ ആക്സിസിനും പാരലലായിട്ട് ലൈൻ വരച്ചു കഴിഞ്ഞാൽ അതിലെ കോർഡിനേറ്റ്സ് എഴുതുമ്പോഴുള്ള പ്രത്യേകത എന്തായിരിക്കും, അതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ആദ്യമേ നമുക്ക് ഒരു ആക്സിസിൽ ഒരു പോയിന്റ് വന്നാൽ അതിൻ്റെ കോർഡിനേറ്റ്സ് എങ്ങനെയായിരിക്കും എന്ന് നോക്കാം. അപ്പോൾ ഇവിടെ കഴിഞ്ഞ ദിവസം പറഞ്ഞു ഇത് എക്സ്, എക്സ് ഡാഷ്, വൈ, വൈ ഡാഷ്. എക്സ്, എക്സ് ഡാഷ്, വൈ, വൈ ഡാഷ് അല്ലേ. എക്സിൻ്റെ റൈറ്റ് സൈഡിൽ പോസിറ്റീവ്, ലെഫ്റ്റ് നെഗറ്റീവ്, വൈയുടെ മുകളിലോട്ട് പോസിറ്റീവ്, താഴോട്ട് നെഗറ്റീവ്. ഇനിയും ഇത് ഒറിജിൻ, സെൻറ്റർ ഒറിജിൻ വരും. ഇനിയും അടുത്തത് ഒരു ആക്സിസിൽ ഒരു പോയിന്റ് വന്നാൽ അതിൻ്റെ കോർഡിനേറ്റ്സ് എങ്ങനെയായിരിക്കാം. ഇപ്പം എക്സ് ആക്സിൽ ഞാനൊരു പോയിന്റ് മാർക്ക് ചെയ്യുന്നു, ഇത് മാർക്ക് ചെയ്യണം 3 എന്നുള്ള ഈ പോയിന്റ്. ഓക്കെ, ഇവിടെ നോക്കുമ്പോൾ എക്സിൻ്റെ വില നോക്കിയേ 1 2 3 എത്രയാണ്? 3 എക്സിൻ്റെ വില. പക്ഷേ വൈക്ക് വില ഉണ്ടോ? ഇല്ല, കാരണം ഈ ലൈനിലാണ്, അതായത് ഇവിടെ 0 ആണ് വരുന്നത്. വൈ മേളിലോട്ട് പോയാൽ അതിന് വിലയുണ്ട്. ഇവിടെയാണ് 1 2 3 ഇങ്ങനെ പോകും. താഴോട്ട് പോയാൽ നെഗറ്റീവ് വരുന്നു. പക്ഷേ ഇത് വൈയിലേക്ക് മൂവ് ചെയ്യുന്നില്ല, ഇത് എക്സ് ആക്സിസിൽ തന്നെയാണ് ഈ പോയിന്റ് ഉള്ളത് അല്ലേ. അപ്പം എക്സ് ആക്സിസിൽ തന്നെ ഒരു പോയിന്റ് വന്നു കഴിഞ്ഞാൽ അവിടെ വൈ കോർഡിനേറ്റ് ഇല്ല, അത് 0 ആയിരിക്കും. അപ്പം ഈ 3 എന്നുള്ളതിൻ്റെ കോർഡിനേറ്റ്സ് എഴുതി കഴിഞ്ഞാൽ എത്രയാണ്? എക്സ് ആണ് നമ്മൾ ആദ്യം എഴുതുന്നത്, എക്സ് കോർഡിനേറ്റ് ആണ് ആദ്യം എഴുതേണ്ടത്. എക്സ് കോർഡിനേറ്റ് ഇവിടെ 3 അല്ലേ. വൈ കോർഡിനേറ്റ് ഇല്ല, വൈ കോർഡിനേറ്റ് 0. അപ്പം 3 0 3 0 എന്നാണ് ഇതിന്റെ കോർഡിനേറ്റ് വരുന്നത്. ഇനി നമുക്കിനി വേറൊരു പോയിന്റ് നോക്കാം. ഇവിടെ ഈ -4 എന്നുള്ള പോയിന്റ് ഞാൻ മാർക്ക് ചെയ്തേക്കാം. -4 അല്ലേ. ഇപ്പം ഇടത്തോട്ട് വന്നുകൊണ്ട് നെഗറ്റീവാണ്. ഇത് നോക്കുമ്പോഴത്തേക്ക് ഇത് എക്സ് ആക്സിസിൽ തന്നെയാണ് ഈ പോയിന്റ് ഉള്ളത്. അപ്പോൾ എക്സിന്റെ കോർഡിനേറ്റ് -4. ഇവിടെ വൈ താഴോട്ടോ മുകളിലോട്ടോ മൂവ് ചെയ്യുന്നില്ല, എക്സ് ആക്സിസിൽ തന്നെ ഉള്ളതുകൊണ്ട് വൈ കോർഡിനേറ്റ് 0. അപ്പം ഇതൊരു പോയിന്റ് ആയിട്ട് ഓർത്തിരിക്കുക. എക്സ് ആക്സിസിലെ ഏത് പോയിന്റ് എടുത്തു കഴിഞ്ഞാലും അവിടെ വൈ കോർഡിനേറ്റ് ഉണ്ടാകത്തില്ല, വൈ കോർഡിനേറ്റ് 0 ആയിരിക്കും. അതേപോലെ തന്നെയാണ് നേരെ തിരിച്ചു. വൈ കോർഡിനേറ്റിലെ ഏതെങ്കിലും ഒരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ എക്സ് കോർഡിനേറ്റ് 0 ആയിരിക്കും. അതായത് ഇടത്തോട്ടോ വലത്തോട്ടോ മാറിയാലേ വിലയുള്ളൂ അല്ലേ. വലത്തോട്ട് പോകുമ്പോൾ പോസിറ്റീവാണ്, ഇടത്തോട്ട് വരുമ്പോൾ നെഗറ്റീവാണ്. പക്ഷേ ഇതേ ലൈനിൽ തന്നെ ഒരു പോയിന്റ് വന്നു കഴിഞ്ഞാൽ അവിടെ എക്സ് 0 ആയിരിക്കും. അപ്പോൾ ഇവിടെ നോക്കിയത് ഈ പോയിന്റ്, ഇതിൻ്റെ വൈ വാല്യൂ 2, വൈ കോർഡിനേറ്റ് 2. അപ്പോൾ ഇവിടെ കോർഡിനേറ്റ് എഴുതുമ്പോൾ എക്സ് റൈറ്റിലോട്ടോ ലെഫ്റ്റിലോട്ടോ പോകാത്തതുകൊണ്ട് എക്സ് 0 തന്നെയാണ്. 0 വൈ കോർഡിനേറ്റ് 2 അല്ലേ. അതുപോലെ തന്നെ ഇവിടെ ഒരു പോയിന്റ് എടുത്ത് -3 എന്നുള്ള പോയിന്റ് എടുത്തു. ഇത് വൈ ആക്സിസിൽ തന്നെയാണ്, എക്സ് എപ്പോഴും 0 ആയിരിക്കും. വൈയുടെ വില -3. അപ്പോൾ മനസ്സിലായില്ലേ, എക്സ് ആക്സിസിലെ ഏതൊരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ അവിടെ വൈ കോർഡിനേറ്റ് 0 ആയിരിക്കും. ഓപ്പോസിറ്റ് ഓർത്താൽ മതി. എക്സ് ആക്സിസിലാണെങ്കിൽ വൈ കോർഡിനേറ്റ് 0 ആയിരിക്കും, വൈ ആക്സിസിലാണെങ്കിൽ എക്സ് കോർഡിനേറ്റ് 0 ആയിരിക്കും. പിന്നെ ഓർത്തിരിക്കേണ്ടത്, കോർഡിനേറ്റ് എഴുതുമ്പോൾ എപ്പോഴും ആദ്യമേ എക്സിൻ്റെ കോർഡിനേറ്റ് ആയിരിക്കണം എഴുതേണ്ടത്. എക്സ് കോർഡിനേറ്റ് ആദ്യം എഴുതുക, രണ്ടാമത് വൈ കോർഡിനേറ്റ് എഴുതുക. അടുത്തത്, ഓരോ ആക്സിസിനും ഓരോ അക്ഷത്തിനും പാരലലായിട്ട് ഒരു ലൈൻ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ കോർഡിനേറ്റ്സ് എഴുതുമ്പോഴുള്ള പ്രത്യേകതയാണ്. അപ്പോൾ നമുക്ക് ഒരു ഇത് വരച്ച് നോക്കാം. ഇത് നമ്മുടെ എക്സ് ആക്സിസ് ആണ് അല്ലേ. എക്സ് ആക്സിസിന് പാരലലായിട്ട് ഇതിലെങ്ങനെ ഒരു പോയിന്റ് പോകുന്നു, നേരെ പോവാണ്, പാരലലായിട്ടാണ്. എക്സ് ആക്സിസിന് പാരലലായിട്ട് ഇതാണ് എക്സ് ആക്സിസ്, അതിന് സമാന്തരമായിട്ടൊരു ലൈൻ വരയ്ക്കുന്നു. അപ്പോൾ ഇതിനകത്ത് ഓരോ പോയിന്റിനെയും കോർഡിനേറ്റ് എഴുതി നോക്കാം, അപ്പോൾ മനസ്സിലാവും. ഇവിടെ ഒരു പോയിന്റ് ഇടുകയാണ്, ഇതൊരു പോയിന്റ് ഞാൻ മാർക്ക് ചെയ്തു, ഇവിടെ എന്ന് പേര് കൊടുത്തു അല്ലേ. അപ്പോൾ ഇതിൻ്റെ കോർഡിനേറ്റ് എഴുതണേ നമ്മൾ അതിൻ്റെ നേരെ പെർപെൻഡിക്കുലറായിട്ട് എക്സിലേക്കും വൈയിലേക്കും നോക്കുക. അതായത് ഏതാണ് അതിൻ്റെ വില? എക്സ് ഇവിടെ എത്രയാണ്? 3 വരുന്നത്. വൈ എത്രയാണ്? 3 വരുന്നത് അല്ലേ. അപ്പം എക്സ് കോർഡിനേറ്റും 3, വൈ കോർഡിനേറ്റും 3. കാരണം ഇത് 3-യിലൂടെയാണ് പോയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എപ്പോഴും വൈ വാല്യൂ എത്ര ആയിരിക്കും? വൈ കോർഡിനേറ്റ് 3 തന്നെ ആയിരിക്കും. ഇനി അടുത്ത വേറൊരു പോയിന്റ് എടുത്ത് ഈ പോയിന്റ് നേരെ നോക്കിയാലോ. ഇത് നോക്കിയാൽ എക്സ് എത്രയാണ്? 5 അല്ലേ. എക്സ് 5, വൈ എപ്പോഴും എത്ര തന്നെയാണ്? 3 തന്നെയാണ്. ഇനി ഇവിടെ ഒരു പോയിന്റ് എടുക്കുന്നു. ഈ പോയിന്റിന് നേരെ എക്സ് നോക്കുമ്പോൾ എക്സ് എത്രയാണ്? -4. വൈ അപ്പോഴും എത്ര തന്നെയാണ്? 3 തന്നെയാണ് അല്ലേ. അപ്പം ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി?
ഈ 3 എന്ന ഇതിലൂടെയാണ് ഈ ലൈൻ പോയിരിക്കുന്നത്. അതുകൊണ്ട് ഇതിനകത്ത് ഏത് പോയിന്റ് മാർക്ക് ചെയ്ത് കഴിഞ്ഞാലും y കോർഡിനേറ്റ് 3 തന്നെ ആയിരിക്കും. അപ്പം ഇതിനകത്ത് പൊതുവായിട്ടൊരു പോയിന്റ് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് അക്ഷത്തിന് സമാന്തരമായിട്ട് പാരലായിട്ട് ഒരു വര വരച്ചിട്ട് അതിനകത്ത് ഏത് പോയിന്റ് എടുത്തു കഴിഞ്ഞാലും y കോർഡിനേറ്റ് സെയിം ആയിരിക്കും അല്ലെ. ഏത് പോയിന്റ്, എല്ലാ പോയിന്റിന്റെയും y കോർഡിനേറ്റ് സെയിം സംഖ്യ ആയിരിക്കും. ഏത് പോയിന്റ് എന്നല്ല, എല്ലാ പോയിന്റിലും ഏത് പോയിന്റ് എടുത്തു കഴിഞ്ഞാലും എന്താണ് y കോർഡിനേറ്റ് ഒരേ സംഖ്യയാണ് വരുന്നത്. ഇവിടെ 3 വരുന്നത്. ഇനി ഇതിലെയാണ് വരയ്ക്കുന്നതെങ്കിൽ എന്തായിരിക്കും, ഏത് പോയിന്റ് എടുത്താലും y കോർഡിനേറ്റ് 2 ആയിരിക്കും. അതുപോലെ തന്നെ ഇവിടെ ഒരു പോയിന്റ് വര വരച്ചു കഴിഞ്ഞാൽ എന്താണ്, ഏത് പോയിന്റ് എടുത്തു കഴിഞ്ഞാലും y കോർഡിനേറ്റ് -4 ആയിരിക്കും. അപ്പം ഇതൊരു പോയിന്റ് ആണ്. എക്സ് ആക്സിസിന് പാരലായിട്ട് ഒരു ലൈൻ വരയ്ക്കുന്നു. അതിലെ ഏതൊരു പോയിന്റിന്റെയും കോർഡിനേറ്റ് എഴുതുമ്പോൾ y കോർഡിനേറ്റ് ഒരേ സംഖ്യ തന്നെ ആയിരിക്കും. ഏത് സംഖ്യയിലൂടെയാണോ ആ ലൈൻ പാസ് ചെയ്യുന്നത്, ഏത് സംഖ്യയിലൂടെയാണ് ആ ലൈൻ കടന്നു പോകുന്നത്, അതേ സംഖ്യ ആയിരിക്കും എപ്പോഴും y കോർഡിനേറ്റ്. അതേപോലെ തന്നെ നേരെ തിരിച്ചു. ഇനി നമുക്ക് വൈക്ക് പാരലായിട്ട്, y ആക്സിസ് ഇതല്ലേ, ഇതിന് പാരലായിട്ട് ഒരു ഇത് വരച്ചു നോക്കാം. ഇത് y ആക്സിസിന് പാരലായിട്ട് ഒരു ലൈൻ വരച്ചു. ഇവിടെയും കൂടെ ഒരു ലൈൻ വരയ്ക്കാം. അപ്പോൾ y ആക്സിസിന് പാരലായിട്ട് ഞാൻ ഇവിടെ വരച്ചു. അതായത് ഇവിടെ എക്സിന്റെ ഈ 3ലൂടെയാണ് ഇതിങ്ങനെ കടന്നു പോകുന്നത് അല്ലേ. എക്സ് അവിടെ 3 ആണ്. ആ 3ലൂടെ ഇങ്ങനെ പാരലായിട്ട് ഒരു ലൈൻ കടന്നു പോകുന്നു. അപ്പോൾ ഇവിടെ നോക്കിയാൽ അറിയാം നിങ്ങൾക്ക് എക്സിന്റെ വില 3 ഇതിങ്ങനെ നേരെ ആയതുകൊണ്ട് ഏത് പോയിന്റ് എടുത്തു കഴിഞ്ഞാലും എക്സിന്റെ വില 3 തന്നെ ആയിരിക്കും അല്ലേ. അപ്പോൾ ഇവിടുന്ന് നമുക്ക് ഈ ഒരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ വരും. എക്സ് എത്രയാണ്, 3. ഇവിടെ എക്സ് 3 തന്നെയാണ്. y -2 അപ്പം എക്സ് 3 y -2. ഇനി ഇവിടെ ഈ പോയിന്റ് എടുത്താലോ, ഈ പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ എക്സ് അപ്പോഴും എത്ര തന്നെയാണ്, 3 തന്നെയാണ് നിൽക്കുന്നത്. 3 വൈയുടെ വില മാറി 4 എന്നാവും. y കോർഡിനേറ്റ് 4 ആയി അല്ലേ. അപ്പം ഇതേപോലെ തന്നെ y ആക്സിസിന് പാരലായിട്ട് ഒരു ലൈൻ വരച്ചിട്ട് അതിൽ ഏത് പോയിന്റ് എടുത്തിട്ട് അതിന്റെ കോർഡിനേറ്റ്സ് എഴുതാൻ പറഞ്ഞാലും എന്താണ്, എക്സ് കോർഡിനേറ്റ് സെയിം ആയിരിക്കും, ഒരേ സംഖ്യ തന്നെ ആയിരിക്കും. ഇവിടെ ഞാൻ -5ലൂടെ എക്സിന്റെ വാല്യൂ -5, എക്സ് കോർഡിനേറ്റ് -5, അതിലൂടെ ഞാനൊരു വര വരച്ചിരിക്കുകയാണ് അല്ലെ, ഒരു ലൈൻ വരച്ചിരിക്കുകയാണ്. അതിനകത്ത് നമുക്ക് ഇവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്യാം. ഈ പോയിന്റ് മാർക്ക് ചെയ്തിട്ട് അതിന്റെ നേരെ y നോക്കിയാൽ, ഇനി ഇങ്ങനെ വരയ്ക്കേണ്ട കുത്തൊന്നും ഇടേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് ഒറ്റ നോട്ടത്തിൽ അറിയാം. അതിന്റെ നേരെ നോക്കുമ്പോൾ y എത്രയാണ്, 4 അല്ലേ. അപ്പം y 4, എക്സ് എത്രയാണ്, -5. അപ്പം കോർഡിനേറ്റ് എഴുതുമ്പോൾ -5 4 എന്ന് വരും അല്ലേ. -5 4. ഇനി ഇത് ഈ പോയിന്റ് ഒന്ന് നോക്കി, ഈ പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ ഇത് നേരെ y -3 അപ്പോഴും എക്സ് എത്ര തന്നെയാണ്, -5 തന്നെയാണ്. അപ്പം -5 -3 അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ 2 പോയിന്റ് മാർക്ക് ചെയ്തു. ഇവിടുത്തെ കോർഡിനേറ്റ് -5 -3, ഇവിടെ -5 -4. അപ്പം നോക്കിയേ എക്സ് എത്ര തന്നെയാണ്, രണ്ടിടത്തും -5 തന്നെയാണ്. അതേപോലെ ഇവിടെ നോക്കിയപ്പോൾ ഇത് എടുത്തപ്പോൾ 3 4, ഇവിടെ 3 -2. അപ്പം എക്സ് വാല്യൂ 3 തന്നെ വരുന്നു അല്ലേ. അപ്പോൾ അതിൻ്റെ അർത്ഥം y ആക്സിസിന് സമാന്തരമായിട്ട് അല്ലെങ്കിൽ പാരലായിട്ട് ഒരു ലൈൻ വരച്ചു കഴിഞ്ഞ് അതിലെ ഏത് പോയിന്റ് എടുത്തു കഴിഞ്ഞാലും എന്താണ്, എക്സ് കോർഡിനേറ്റ് ഒരേ സംഖ്യ തന്നെ ആയിരിക്കും. ഇവിടെ ആണെങ്കിൽ എന്ത് വരും, 1 3 1 അല്ലേ. ഇവിടെ ആണെങ്കിലോ എക്സ് 3 y 2. ഇതെടുത്തിട്ടാണ് എക്സ് അക്ഷത്തിന് സമാന്തരമായിട്ട്, എക്സ് ആക്സിസിന് സമാന്തരമായിട്ട് ഒരു ലൈൻ വരച്ചിട്ട് അതിലെ ഏത് പോയിന്റ് എടുത്താലും അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള y വാല്യൂ, y കോർഡിനേറ്റ് ഒരേ സംഖ്യ ആയിരിക്കും. ഇവിടെ 0 അല്ല, ഒരേ സംഖ്യ ആയിരിക്കും. അതുപോലെ തന്നെ y ആക്സിസിന് പാരലായിട്ട് ഒരു ലൈൻ വരച്ചിട്ട് അതിലെ ഏത് പോയിന്റ് എടുത്തു കഴിഞ്ഞാലും എക്സ് കോർഡിനേറ്റ് ഒരേ സംഖ്യ തന്നെ ആയിരിക്കും. അപ്പം നമുക്കിതൊന്ന് ചെയ്ത് നോക്കാം. ഇതെന്താണെന്ന് അറിയാം, ഇതാണ് ക്വസ്റ്റ്യൻ, ഇതല്ല കേട്ടോ, ഇതാണ് ക്വസ്റ്റ്യന്. അതായത് ഇങ്ങനെ ഒരു പിക്ചർ തന്നിട്ടുണ്ട്, ഒരു ഫിഗർ തന്നിരിക്കുന്നു, ഒരു ചിത്രം തന്നിരിക്കുന്നു. ഇതിനകത്ത് തന്നിരിക്കുന്നത് ഇതൊരു സ്ക്വയർ ആണ്, സമചതുരമാണ്. ഈ നടുക്കത്തേത് 2 സെന്റിമീറ്റർ, അതായത് 4 സൈഡിന്റെയും അളവ് 2 സെന്റിമീറ്റർ വീതം. അവിടുന്ന് ഈ സമചതുരത്തിന്റെ ഓരോ ഇതിൽ നിന്നും എടുത്തിട്ട് ഇവിടെ ഒരു സെന്ററിലേക്ക് ഇങ്ങനെ ഒരു ത്രികോണം ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതൊരു ഐസോസെലസ് ട്രയാങ്കിൾ ആണ്, സമപാർശ്വ ത്രികോണമാണ്, 4 സൈഡിലും ഉണ്ട് അല്ലെ. ഇതിൽ 3 സെന്റിമീറ്റർ ആണ് ഇതിന്റെ നീളമൊന്നും തന്നിട്ടുണ്ട്.
ഇത് 3 അപ്പം ഇവിടെയും 3, ഇവിടെയും 3, ഇവിടെയും 3 അല്ലേ. അപ്പോൾ ഇതിനകത്ത് അളവ് ശ്രദ്ധിക്കേണ്ട, സമചതുരത്തിന്റെ ഒരു വശം 2 സെന്റിമീറ്റർ ആണ്. പിന്നെ 4 സൈഡിലും ഓരോ ത്രികോണം ഇങ്ങനെ വരച്ചു ചേർത്തിട്ടുണ്ട്. ഈ ത്രികോണത്തിന്റെ പ്രത്യേകത ഈ 2 വശങ്ങൾ തുല്യമാണ്. അപ്പം ഇത് സമപാർശ്വ ത്രികോണം, ഐസോസെലസ് ട്രയാങ്കിൾ ആണ്. അപ്പോൾ ഐസോസെലസ് ട്രയാങ്കിൾ ആയതുകൊണ്ട് തന്നെ ഇത് ഇവിടെ 3 ആയതുകൊണ്ട് ഇവിടെയും 3, ഇവിടെയും 3. ഇതെല്ലാം 4 ത്രികോണത്തിന്റെയും ഈക്വൽ ട്രയാങ്കിൾസ് ആണിത്. അതുകൊണ്ട് തന്നെ ഇവിടെ 3 ആയതുകൊണ്ട് ഇതിന്റെ എല്ലാം നീളം 3 ആയിരിക്കും. അപ്പം ഇനിയും ഇതിനനുസരിച്ച് എക്സ് അക്ഷവും വൈ അക്ഷവും വരയ്ക്കണം. എന്നിട്ട് അതിനകത്തെ കോർഡിനേറ്റ്സ് മാർക്ക് ചെയ്യണം ഓരോ വെർട്ടിസിന്റെയും. ഇപ്പൊ ഇവിടെ ശീർഷങ്ങൾ എന്നാണ് വെർട്ടിസ് എന്ന് പറഞ്ഞാൽ. അപ്പം 1, 2, 3, 4 അല്ലേ. അതുപോലെ തന്നെ സമചതുരത്തിനും 4 മൂലകളുണ്ട് അല്ലെ, 4 ശീർഷങ്ങളുണ്ട്. അപ്പം ആ 8 എണ്ണത്തിന്റെയും കോർഡിനേറ്റ്സ് എഴുതണം. അതാണ് ക്വസ്റ്റ്യൻ. അപ്പം ക്വസ്റ്റ്യൻ പറയുകയാണെങ്കിൽ ഡ്രോ എക്സ് ആൻഡ് വൈ ആക്സിസ് ആൻഡ് ദെൻ റൈറ്റ് ദ കോർഡിനേറ്റ്സ് ഓഫ് ഓൾ വെർട്ടീസസ്. അങ്ങനെയാണ് ഇതിന്റെ ക്വസ്റ്റ്യൻ വരിക. ഇതിനകത്ത് ഒരു സമചതുരം, അതിന്റെ 4 സൈഡിൽ 4 ത്രികോണങ്ങളും ഉണ്ട്. അപ്പം നമുക്ക് ഇതെങ്ങനെ വേണേലും വരയ്ക്കാം. ഞാൻ ഇവിടെ ഇത് വരച്ചിട്ടിട്ടുണ്ട്. വരച്ചിട്ടിരിക്കുക ഞാൻ സെന്ററിലൂടെയാണ് വരച്ചത്. അതായത് ഈ സമചതുരത്തിന്റെ സെന്റർ എടുത്തുകൊണ്ട് അത് O ആക്കും നമ്മൾ. സമചതുരം 2 എല്ലാ സൈഡും. അപ്പം ഇവിടെ സെന്റർ ആക്കി എടുക്കുമ്പോഴത്തേക്കും എല്ലാ സൈഡിലേക്കും ഓരോ സെന്റിമീറ്റർ മതി. ഇവിടുന്ന് ഇങ്ങോട്ടൊന്ന് അങ്ങനെ പോകും അല്ലേ. അതിനുശേഷം അതിന്റെ പുറത്ത് 3 സെന്റിമീറ്റർ കൂടെ ഉണ്ട് അല്ലേ. അപ്പം ഈ സെന്ററിൽ നിന്ന് ടോട്ടൽ സമചതുരത്തിന്റെ ഒരു സൈഡ് എന്ന് പറയുമ്പോൾ ഇത് 1 സെന്റിമീറ്റർ വരും. ഇങ്ങോട്ടും 1. ഇത് സെന്റർ മാർക്ക് ചെയ്തത് കൊണ്ടാണ് അങ്ങനെ എഴുതിയത്. അപ്പൊ അങ്ങനെ വന്നതുകൊണ്ട് ഇവിടുന്ന് 1, അതിനുശേഷം 3 സെന്റിമീറ്റർ ത്രികോണം. അപ്പൊ മൊത്തം 4 വരെ വരുന്നുണ്ട്. ഇവിടെ അതുപോലെ തന്നെ ഇത് 1, അതിനുശേഷം 3 വരച്ചപ്പോൾ 4. ഇത് -1, അവിടുന്ന് 3 വരയ്ക്കുമ്പോൾ 3 യൂണിറ്റ് എടുക്കുമ്പോഴത്തേക്കും -4 വരുന്നു. വൈയും അതുപോലെ തന്നെ. ഇനി ഇതിന്റെ എന്താണ് കോർഡിനേറ്റ്സ് എഴുതാനാണ്. കോർഡിനേറ്റ്സ് എഴുതാൻ സിമ്പിളാണ്. നിങ്ങൾക്ക് ആരും ശ്രദ്ധിക്കണം, നിങ്ങൾ ഇത് എങ്ങനെ വരയ്ക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ പ്രശ്നം. ഇത് വേണേൽ നിങ്ങൾക്ക് അല്ലാതെയും വരയ്ക്കാം. അത് ഞാൻ കാണിച്ചു തരാം. അപ്പം അതിനെ സെൻറ്ററായിട്ട് നമ്മൾ വരച്ചു. ഇനി ഇതിൻ്റെ ഓരോ പോയിന്റിൻ്റെയും എന്താണ് കോർഡിനേറ്റ്സ് എഴുതണം. ആദ്യമേ നമുക്ക് ഈ ത്രികോണങ്ങളുടെ 4 എഴുതാം. ത്രികോണങ്ങളുടെ നോക്കുമ്പോഴത്തേക്ക് ഇത് ആദ്യത്തെ നോക്കിക്കേ. ഇത് ഈ ത്രികോണം എവിടെയാണ് വന്നിരിക്കുന്നത്? ഈ പോയിന്റ് എക്സ് ആക്സിസിലല്ലേ വന്നിരിക്കുന്നത്? എക്സ് ആക്സിസിലാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വൈ കോർഡിനേറ്റ് 0 ആയിരിക്കും. എക്സിന്റെ വില എത്ര? ഇവിടെ 4 ആണ്. അപ്പം എക്സ് കോർഡിനേറ്റ് 4, വൈ കോർഡിനേറ്റ് 0, 4, 0 എന്ന് വന്നു അല്ലേ. ഇനി അടുത്തത് ഇത് എടുത്തു കഴിഞ്ഞാലോ, ഇത് വൈ ആക്സിസിലാണ് വന്നിരിക്കുന്നത്. എക്സ് ഇല്ല, എക്സ് കോർഡിനേറ്റ് 0 ആയിരിക്കും. എക്സ് കോർഡിനേറ്റ് 0, വൈയുടെ വില -4, -4, 0, -4 എന്ന് വന്നു. അടുത്തത് ഇത് വന്നാൽ എക്സ് ആക്സിസിലാണ് വന്നിരിക്കുന്നത്. എക്സ് ആക്സിസിൽ എത്രയിലാണ്? -4 ആണ്. അപ്പോൾ എക്സ് കോർഡിനേറ്റ് -4 ആണ്. എക്സ് ആക്സിസിലെ പോയിന്റ് ആയതുകൊണ്ട് വൈ കോർഡിനേറ്റ് 0, -4, 0, -4, 0 എന്ന് വരുന്നു. ഇവിടെയാണെങ്കിൽ വൈ ആക്സിസിൽ വരുന്നതുകൊണ്ട് എക്സ് 0 ആയിരിക്കും, വൈ 4 അല്ലേ. അപ്പോൾ ഇങ്ങനെ ഇത് നിങ്ങൾക്ക് എഴുതാൻ അറിയാം. അപ്പോൾ നിങ്ങൾ നോക്കിയോ, 0 ഇത് 0ൽ 1 സെന്റിമീറ്റർ സമചതുരം, അതിനുശേഷം 3 സെന്റിമീറ്റർ അല്ലെങ്കിൽ 3 യൂണിറ്റ് ത്രികോണവും കൂടെ വരുമ്പോൾ മൊത്തം 4 വരെ വരുന്നുണ്ട് അല്ലേ. 1, 2, 3, 4 അതുപോലെ 4 സൈഡിലും വരയ്ക്കുന്നു. അതിനുശേഷം നമ്മൾ ഓരോന്നും എഴുതുന്നത്. ഇത് എക്സ് ആക്സിസിലാണ്ട് എക്സിന്റെ കോർഡിനേറ്റ് 4, വൈ കോർഡിനേറ്റ് ഇല്ല 0. ഇത് വൈ ഈ 2 പോയിന്റും ഓരോന്നും അങ്ങ് പറഞ്ഞു. എക്സ് ആക്സിലെ 2 നമുക്ക് നോക്കാം. എക്സിലെ ആദ്യത്തേത് ഇവിടെ 4, എക്സ് 4, വൈ 0. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എക്സ് -4, വൈ 0. കാരണം വൈയുടെ കണ്ടോ 2ഉം 0 വന്നു. കാരണം ഇത് എക്സ് ആക്സിസിലാണ് ഈ പോയിന്റ് നിൽക്കുന്നത്. ഇനി അടുത്തത് വൈ ആക്സിസിലെ 2 എണ്ണം ഉണ്ട്. ഇവിടെ എന്താണ് എക്സ് എപ്പോഴും 0 ആയിരിക്കും. 0, വൈ +4, 4. ഇവിടെ വൈ -4 ആണ്. അതുകൊണ്ട് 0, -4. ഇതിനകത്ത് വേറൊരു കാര്യം കൂടെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് കണ്ടില്ലേ, ഇത് പോസിറ്റീവ്, കാരണം വലത്തോട്ട് പോയി. ഇത് വൈ മേളിലോട്ട് പോയിട്ട് ഈ സെന്റർ തൊട്ട് ഇതുവരെയുള്ള ദൂരം 4 സെന്റിമീറ്റർ ആണ്. അതുപോലെ തന്നെ ആക്സിസിലായതുകൊണ്ട് വൈ ആക്സിസിലെ 2 എടുത്തു കഴിഞ്ഞാൽ എക്സിന്റെ വില 2ഉം 0 ആയിരിക്കും. എക്സ് ആക്സിസിലെ 2 പോയിന്റ് എടുത്തു കഴിഞ്ഞാലും വൈ കോർഡിനേറ്റ് 0 ആയിരിക്കും.
ഇനി നമുക്ക് അതുപോലെ തന്നെ സമയദൂരത്തിന്റെ 4 കൂടെ എഴുതാം. ഇവിടെ നോക്കിയേ, എക്സിന് നേരെ എത്രയാണ്? 1, വൈയും 1, അപ്പം 1 1 എന്ന് വന്നു അല്ലേ. അടുത്തത് ഇവിടോട്ട് വരികയാണെങ്കിൽ എക്സിന് നേരെ -1, വൈ 1, -1 1 എന്ന് വരും, -1 1. ഇവിടെ വന്നു കഴിഞ്ഞാൽ രണ്ടും നെഗറ്റീവാണ്. ഇതാണ് പോയിന്റിന് ആദ്യമേ എക്സ് നോക്കുമ്പോൾ -1, വൈ നോക്കിയാലും -1, രണ്ടും നെഗറ്റീവ്. ഇത് വന്നു കഴിഞ്ഞാൽ എക്സിന് നേരെ 1, വൈ -1 അല്ലേ. അപ്പം ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. 4 പാർട്ടായിട്ട് നമ്മൾ തിരിച്ചു എന്ന് പറഞ്ഞില്ലേ. ഓരോ ക്വാഡ്രൻസ് ആയിട്ട് തിരിച്ച് 4 ക്വാഡ്രൻസ് ഉണ്ട്. അതിനകത്ത് ഓരോന്നും വന്നതിന് അതിന്റെ പ്രത്യേകത ഇവിടെ കാണിച്ചിരിക്കുന്നത് കണ്ടോ, 1 1. ഇത് ഒന്നാമത്തെ ക്വാഡ്രന്റ്, അവിടെ രണ്ടും പോസിറ്റീവ് ആയിരിക്കും. ഇത് രണ്ടാമത്തേത്, അതിനകത്ത് എക്സ് നെഗറ്റീവാണ്, വൈ പോസിറ്റീവാണ്. മൂന്നാമത്തേതിനകത്ത് രണ്ടും നെഗറ്റീവാണ്. നാലാമത്തേതിനകത്ത് എക്സ് പോസിറ്റീവാണ്, വൈ നെഗറ്റീവാണ്. ഇവിടെയും സംഖ്യകളെല്ലാം ഒന്ന് തന്നെയാണ്. കാരണം ഒരു സെന്ററിൽ നിന്ന് സമചതുരമല്ലേ, എല്ലാത്തിലേക്കുള്ള ദൂരം ഓരോ യൂണിറ്റ് അല്ലെങ്കിൽ ഓരോ സെന്റിമീറ്റർ ആണ്. അപ്പൊ ഇത്രേ ഉള്ളൂ. ഇത് ആ 2 കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. ഇതിനകത്ത് വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഇത് എക്സ് ആക്സിസിലും വൈ ആക്സിസിലും ആണ് ഈ 4 പോയിന്റ്. അപ്പോൾ വരുമ്പോൾ എക്സ് ആക്സിസിലെ പോയിന്റ് എടുത്താൽ വൈ കോർഡിനേറ്റ് 0, വൈ ആക്സിസിലെ പോയിന്റ് എടുത്താൽ എക്സ് കോർഡിനേറ്റ് 0. അതുപോലെ തന്നെ ഇത് പാരലൽ ലൈൻസ് ആണ്. ഇതെല്ലാം നോക്കിയേ, ഇത് ഈ ലൈൻ എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും എക്സ് ആക്സിസിന് പാരലായിട്ട് വരുന്ന ലൈനല്ലേ, ഈ മേളിലത്തേതും താഴത്തേതും. അവിടെ നോക്കിയേ, വിലകൾ കണ്ടോ, വൈ കോർഡിനേറ്റ് സെയിം ആയിരിക്കും എന്നല്ലേ പഠിച്ചേ. ഇവിടെ വൈ കോർഡിനേറ്റ് 1 ഇവിടെയും 1. ഇതിനകത്ത് വൈ കോർഡിനേറ്റ് -1, ഇവിടെയും -1. അപ്പം എക്സ് ആക്സിസിന് പാരലായിട്ട് ആണ് ഇത് രണ്ടും വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ വൈ കോർഡിനേറ്റ് തുല്യമായിരിക്കും. ഇത് രണ്ടിനും ഒരുപോലെ വരത്തില്ല. ഇതിന്റെ രണ്ടിടത്തും 1 1, ഇവിടെ രണ്ടും -1. അതുപോലെ തന്നെ ഇത് നോക്കി, ഇത് ഈ ലൈനും ഈ ലൈനും ഇത് രണ്ടും ഈ വൈ ആക്സിസിന് സമാന്തരമായിട്ട് പാരലായിട്ടാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നോക്കി, വൈ ആക്സിസിന് സമാന്തരമായിട്ട് വരുമ്പം എക്സ് കോർഡിനേറ്റ് സെയിം ആയിരിക്കും. ഇവിടെ എക്സ് കോർഡിനേറ്റ് -1, ഇവിടെയും -1. ഇവിടെ 1, ഇവിടെയും 1. അപ്പോൾ ആ നിയമങ്ങൾ അനുസരിച്ചുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. 4 കാര്യങ്ങൾ പഠിച്ചു. എക്സ് ആക്സിസിലെ ഏത് പോയിന്റ് എടുത്താലും വൈ കോർഡിനേറ്റ് 0 ആയിരിക്കും. വൈ ആക്സിസിലെ ഏത് പോയിന്റ് എടുത്തു കഴിഞ്ഞാലും എക്സ് കോർഡിനേറ്റ് 0 ആയിരിക്കും. എക്സ് ആക്സിസിന് പാരലായിട്ട് ഒരു ലൈൻ വരച്ചിട്ട് അതിനകത്ത് ഏത് പോയിന്റ് എടുത്തു കഴിഞ്ഞാലും വൈ കോർഡിനേറ്റ് ഒരേ സംഖ്യയായിരിക്കും. അതുപോലെ വൈ ആക്സിസിന് പാരലായിട്ട് ഒരു ലൈൻ വരച്ചിട്ട് അതിനകത്ത് ഓരോ പോയിന്റ് എടുത്തു കഴിഞ്ഞാലും എക്സ് കോർഡിനേറ്റ് ഒരേ സംഖ്യ ആയിരിക്കും.